നമ്മളൊരു വീട് പണിയുമ്പോൾ അതിന് വേണ്ട എ ടു ഇസഡ് സാധനങ്ങളും അതിൻ്റെ വിലയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കൊരു 1000 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ക്വാണ്ടിറ്റി നോക്കാം. 1000 സ്ക്വയർ ഫീറ്റ് വീടിന് എത്ര സിമെൻറ്റ് വേണം, എത്ര കമ്പി വേണം, എത്ര എം സാൻഡ്, എത്ര മെറ്റല്, അതുപോലെ പെയിൻറ്റ്, മരം, നമ്മളെ ഈ ജനലിനും വിൻഡോക്കൊക്കെ ഡോറിനൊക്കെ വേണ്ടിയിട്ടുള്ള മരങ്ങളുണ്ടല്ലോ, അതെത്ര വേണം, വയർ എത്ര വേണം, ഇലക്ട്രിക് വർക്കിനില്ല, പ്ലംബിങ്ങിനില്ല, ഇതെല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീട് പണി തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ ഒരു ലിസ്റ്റ് കംപ്ലീറ്റ് മെറ്റീരിയൽസിൻ്റെ ലിസ്റ്റ് അങ്ങോട്ട് കയ്യിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് വളരെ ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങളെ കോൺട്രാക്ടർ പറ്റിക്കുന്നുണ്ടോ, പണിക്കാർ പറ്റിക്കുന്നുണ്ട്, അങ്ങനെ ഓരോന്ന് നിങ്ങൾക്ക് ഭയങ്കര കീനായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ മുഴുവനായിട്ട് കാണുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് നോക്കേണ്ടത് എക്സ്കവേഷൻ കോസ്റ്റാണ്. മണ്ണ് കുഴിച്ചെടുക്കാനുള്ള കോസ്റ്റ്. മണ്ണ് കുഴിച്ചെടുക്കാൻ നമുക്കൊരു 50 m³ ടോട്ടൽ ഒരു എക്സ്കവേഷൻ വേണ്ടി വരും. അതിന് ഒരു m³ 200 വെച്ചിട്ട് നമുക്കൊരു 10,000 രൂപ JCBക്ക് ചിലവാകും. അടുത്തത് ഫൗണ്ടേഷനിലേക്ക് ആവശ്യമായിട്ടുള്ള കല്ല് എത്രയാണ് വേണ്ടത് നോക്കാം. ഒരു 25 ക്യൂബിക്ക് കല്ല് വേണ്ടി വരും. ഒരു ക്യൂബിക്കിന് 2000 വെച്ചിട്ട് നമുക്കൊരു 50,000 രൂപ കല്ലിന് ചിലവാകും. ഇനി തറപ്പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എർത്ത് ഫില്ല് ചെയ്യാനുള്ള കോസ്റ്റാണ്. എർത്ത് ഫില്ല് ചെയ്യാൻ നമ്മൾ ഈ എക്സ്കവേറ്റ് ചെയ്ത മണ്ണ് തന്നെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് മണ്ണ് മേടിക്കുകയാണെങ്കിൽ ഒരു m³ ഒരു 100 രൂപയൊക്കെ വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു 40 m³ ഒക്കെ ഉണ്ടാകും. ടോട്ടൽ ഒരു 4000 രൂപ നമുക്ക് മണ്ണിനാവും. ഒരു 6000 രൂപ നമുക്ക് ഈ ഫില്ലിങ്ങിൻ്റെ ചിലവും കൂട്ടിയിട്ട് ഒരു 10,000 രൂപ നമുക്ക് ഫില്ലിങ്ങിനും കണക്കാക്കാം. ഇനി നമുക്കറിയേണ്ടത് സിമെൻറ്റ്. ടോട്ടൽ നമുക്ക് എത്ര സിമെൻറ്റ് വേണമെന്ന് നോക്കാം. ഒരു 400 ബാഗ് സിമെൻറ്റ് നമുക്ക് ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് മൊത്തം പണി കഴിയുമ്പോൾ 400 ബാഗ് സിമെൻറ്റ് വരും. ഒരു ബാഗിന് 400 രൂപയ്ക്കാണ് ചിലവ്. അപ്പോൾ 1,60,000 രൂപ സിമെൻറ്റിന് നമുക്ക് എക്സ്പെൻസ് വരും. അത് സിമെൻറ്റിൻ്റെ ബ്രാൻഡ് അനുസരിച്ച് നമുക്ക് റേറ്റ് മാറും കേട്ടോ. അപ്പോൾ അൾട്രാടെക് ഒക്കെ ആണെങ്കിൽ 1,70,000 അങ്ങനെയൊക്കെ റേഞ്ച് വരും. അപ്പോൾ അൾട്രാടെക്, രാംകോ ഇതൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അത്യാവശ്യം നല്ല ബ്രാൻഡ് സിമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി സ്റ്റീലാണ് നോക്കുന്നത്. സ്റ്റീൽ നമുക്കൊരു 4000 കിലോ, അതായത് 4 ടൺ സ്റ്റീൽ മൊത്തം വർക്കിന് വേണ്ടി വരും. ഇത് ബെൽറ്റ്, നമ്മുടെ ലിൻഡൽ, അതുപോലെ സൺഷെയ്ഡുകൾ, സ്ലാബ് എല്ലാം കൂട്ടിയിട്ടാണ്. അതായത് ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് നമ്മൾ മൊത്തം പണിത് വരും നമുക്കൊരു 4000 കിലോ സ്റ്റീൽ നമുക്ക് ചിലവാകും. ഒരു കിലോന് 60 മുതൽ 70 ഒക്കെയാണ് വില. 70 വെച്ചാൽ 4000 കിലോക്ക് 2,80,000 രൂപയുടെ സ്റ്റീൽ മാത്രം നമുക്ക് 1000 സ്ക്വയർ ഫീറ്റ് വീട് മൊത്തം പണിത് വരുമ്പോൾ ചിലവ് വരുന്നുണ്ട്. അടുത്തത് എം സാൻഡ് ആണ്. 1800 ക്യൂബിക് ഫീറ്റ് എം സാൻഡ് നമുക്ക് 1000 സ്ക്വയർ ഫീറ്റ് വീടിന് ചിലവാകും. ഒരു ക്യൂബിക് ഫീറ്റിന് 100 രൂപയ്ക്ക് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 100 രൂപയ്ക്ക് വെച്ചിട്ട് ഒരു 1800-ന് നമുക്ക് 1,80,000 രൂപയുടെ എം സാൻഡ് നമുക്ക് ചിലവ് വരും. ഞാനീ പറയുന്നത് നമുക്ക് ഫൗണ്ടേഷൻ തൊട്ട് ഫിനിഷിങ് വരെയുള്ള എം സാൻഡിൻ്റെ ചിലവാട്ടോ. അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ എം സാൻഡ് വരും, പ്ലാസ്റ്ററിങ്ങിന്, അതുപോലെ ബ്ലോക്ക് വർക്കിന്, കോൺക്രീറ്റിന്, ലിൻഡൽ കോൺക്രീറ്റിന്, ഇതൊക്കെ എം സാൻഡ് ചിലവ് വരും. ഇത് എല്ലാത്തിനുള്ളതാണ് 1800 ക്യൂബിക് ഫീറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് മെറ്റൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 1350 ക്യൂബിക് ഫീറ്റ് മെറ്റൽ വേണ്ടി വരും. ഒരു ക്യൂബിക് ഫീറ്റിന് നമുക്കൊരു 60 രൂപയൊക്കെ വെച്ച് കൂട്ടുകയാണെങ്കിൽ ഒരു 80,000 രൂപയുടെ മെറ്റൽ നമുക്ക് ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ സ്റ്റാർട്ടിങ് ടു ഫിനിഷിങ് വരെ, കോൺക്രീറ്റ്, ലിൻഡൽ കോൺക്രീറ്റ്, അതുപോലെ ബെൽറ്റ് എല്ലാം കൂട്ടിയിട്ട് നമുക്കൊരു 1350 ക്യൂബിക് ഫീറ്റ്, അതായത് ഒരു 80,000-81,000 രൂപയുടെ മെറ്റൽ നമുക്ക് ചിലവാകും. 20 mm മെറ്റലാണ് ഇവിടെ പറയുന്നത്. അടുത്ത മെറ്റീരിയൽ ചെങ്കല്ലാണ്. ചെങ്കല്ല് നമുക്കൊരു 3000 ചെങ്കല്ല് 1000 സ്ക്വയർ ഫീറ്റ് വീട് മൊത്തം പണി തീർക്കാൻ വേണ്ടി വരും. ഒരു ചെങ്കല്ലിന് നമുക്കൊരു കോസ്റ്റ് 35 രൂപയൊക്കെയാണ് നാട്ടിൽ വരുന്നത്. 30 മുതൽ 35 രൂപ. അപ്പോൾ 1,00,000 മുതൽ ഒരു 90,000 മുതൽ 1,05,000 രൂപയൊക്കെ നമുക്ക് ചെങ്കല്ലിന് കോസ്റ്റ് വരും. ഇനി നമുക്ക് പെയിൻ്റാണ് വേണ്ടത്. പെയിൻറ്റ് ഒരു 50 ലിറ്റർ പെയിൻറ്റൊക്കെ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഒരു 50 ലിറ്ററിന് 1 ലിറ്ററിൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റി പെയിൻ്റൊക്കെ ആണെങ്കിൽ ഒരു 300 രൂപ വെച്ചിട്ട് ഒരു 15,000 രൂപ നമുക്ക് പെയിൻറ്റിൻ്റെ കോസ്റ്റ് കാണേണ്ടി വരും. അടുത്തത് നമ്മുടെ ഡോറ്, വിൻഡോ, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള മരങ്ങളാണ്. ഡോറ്, വിൻഡോ, അതുപോലെ ഡോറിൻ്റെ ഫ്രെയിം, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള മരങ്ങളുടെ ചിലവാണ്. നമുക്കൊരു 40 ക്യൂബിക് മീറ്റർ മരമൊക്കെ വേണ്ടി വരും. ഒരു ക്യൂബിക് മീറ്ററിന് നമുക്കൊരു 2000 രൂപ വെച്ച് 80,000 രൂപയുടെ മരം നമുക്ക് ആവശ്യമായിട്ട് വരും. അടുത്ത നമുക്ക് വേണ്ടത് ടൈൽസാണ്. ടൈൽസ് നമുക്ക് 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്. അപ്പോൾ നമുക്ക് 1000 സ്ക്വയർ ഫീറ്റ് ടൈൽസ് തന്നെ വേണ്ടി വരും. കാരണം ഈ വേസ്റ്റേജൊക്കെ കൂട്ടുമ്പോൾ നമുക്ക് 1000 ടൈൽസ് തന്നെ
1000 സ്ക്വയർ ഫീറ്റ് ടൈൽസ് തന്നെ വേണ്ടി വരും. അപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റ് നമുക്കൊരു 50 രൂപ ടൈൽസിൻ്റെ ചിലവ് കൂട്ടാം. ഒരു 50,000 രൂപ നമ്മൾ ടൈൽസ് മേടിക്കേണ്ടി വരും. അടുത്തത് വയറ്, സ്വിച്ച്, സോക്കറ്റ് അതുപോലത്തെ ഇലക്ട്രിക്കൽ ഐറ്റംസ് ആണ്. നമുക്കൊരു 1000 സ്ക്വയർ ഫീറ്റ് വീടിന് ഇലക്ട്രിക്കൽ ഐറ്റംസ് എന്ന് പറയുന്നത് ഒരു 600 മീറ്റർ വയറ് വേണ്ടി വരും. അതുപോലെ നമുക്കൊരു 20-30 യൂണിറ്റ് സോക്കറ്റ്, അതുപോലെ സ്വിച്ച് ബോർഡ് ഇതൊക്കെ വേണ്ടി വരും. ഒരു റൗണ്ട് ഫിഗർ 30,000 രൂപയുടെ ഇലക്ട്രിക്കൽ ഐറ്റംസ് നമുക്കൊരു 1000 സ്ക്വയർ ഫീറ്റ് വീടിന് ചിലവായിട്ട് വരും. അടുത്തത് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററി വെയർസ് ഇതൊക്കെയാണ്. അപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് ഒരു 2 ബാത്റൂം, ഒരു കിച്ചൺ ഇതൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ യൂണിറ്റ്സും അതുപോലെ സാനിറ്ററി വെയർസ് ഇതൊക്കെ കൂട്ടിയിട്ട് നമുക്കൊരു 30,000 രൂപ 40,000 രൂപയൊക്കെ നമുക്ക് എസ്റ്റിമേറ്റ് വേണ്ടി വരും. ക്വാളിറ്റി കൂടിയിട്ടുള്ള സാനിറ്ററി വെയർസ് ആണെങ്കിൽ അതിനനുസരിച്ച് കോസ്റ്റ് കൂടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് മാത്രമായിട്ട് ഒരു 15 ലക്ഷമൊക്കെയാണ് നമുക്കൊരു ബേസിക് ക്വാളിറ്റിക്ക് വീടിന് വരുന്നത്. ഒരു മീഡിയം ക്വാളിറ്റിക്ക് ആണെങ്കിൽ ഒരു 18 ലക്ഷമൊക്കെ വരും. അതുപോലെ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ സാധനം ചെയ്യുകയാണെങ്കിൽ ഒരു 25 ലക്ഷം. ഇപ്പോൾ ഒരു 15 ലക്ഷം മുതൽ 25 ലക്ഷം വരെ നമുക്ക് ഈ മെറ്റീരിയൽസിന് മാത്രമായിട്ട് വരും. ക്വാളിറ്റിക്ക് അനുസരിച്ചാട്ടോ അത് പറയുന്നത്. ചിലപ്പോൾ ഒരു നല്ല ക്വാളിറ്റി കുറച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു 12 ലക്ഷത്തിനൊക്കെ നമുക്ക് ചെയ്യാം. ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഓരോ ലൊക്കേഷൻ അനുസരിച്ചും അതുപോലെ നമ്മുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചൊക്കെ സാധനങ്ങൾ മാറിക്കൊണ്ട് കൂട്ടാം. ചിലർക്ക് ചില കടയിൽ നിന്ന് ഡിസ്കൗണ്ടിലൊക്കെ സാധനം കിട്ടും. അപ്പം ഓരോ ലൊക്കേഷനും അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് നമുക്ക് സാധനങ്ങൾ വിലയൊക്കെ മാറും. അപ്പോൾ വീട് പണിയൊക്കെ തുടങ്ങുന്നവർക്ക് ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീട് പണിക്ക് മുമ്പ് തന്നെ ഈ ഓരോ സാധനത്തിൻ്റെ ലിസ്റ്റും അതുപോലെ ഇതിൻ്റെ വിലയൊക്കെ മുൻകൂട്ടി അറിയാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റൊക്കെ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് കൊടുക്കുക. ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക്, അവർക്ക് കൂടി യൂസ്ഫുൾ ആകട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.